ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 19ാമത്തെ ശ്ലോകം നോക്കാം. ചാതുർഹോത്രം കർമ്മശുദ്ധം പ്രജാനാം വീക്ഷ്യ വൈദികം വ്യദധാദ്യജ്ഞസന്തത്यै വേദമേകം ചതുർവിധം. ചാതുർഹോത്രം നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ വ്യാസഭഗവാൻ തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ധ്യാനിച്ചു, അറിഞ്ഞു, അല്ലെങ്കിൽ അതിനൊരു ഉപായം തേടി എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ ഒന്നുകൂടി പറഞ്ഞു, ആ ഋഷിയുടെ കാഴ്ച ഒരിക്കലും വ്യർത്ഥമാകുകയില്ല എന്നും പറഞ്ഞു. അതായത് എന്താണോ വ്യാസഭഗവാന് തൻ്റെ ധ്യാനത്തിലൂടെ തെളിഞ്ഞു വരുന്നത്, അത് തന്നെയാണ് കലിയുഗത്തിലെ മനുഷ്യർക്ക് വേണ്ടത്. അല്ലെങ്കിൽ അത് വെറും ഒരു തോന്നലാവില്ല. സത്യം എന്താണോ അത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് വ്യാസമഹർഷിയുടെ ഉള്ളിൽ തോന്നുന്നതാണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചു. അപ്പോൾ അങ്ങനെ ധ്യാനിച്ചിരുന്ന വ്യാസഭഗവാൻ എന്താണ് ഒടുവിൽ കണ്ടെത്തിയത്? ചാതുർഹോത്രം. ചാതുർഹോത്രം എന്ന് പറഞ്ഞാൽ അതൊരു വൈദിക കർമ്മം എന്ന് വേണമെങ്കിൽ പറയാം. 4 പേരാൽ നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു കർമ്മമാണ്. കർമ്മ എന്ന് പറഞ്ഞാൽ കർമ്മം. ചാതുർഹോത്രം എന്ന കർമ്മം ശുദ്ധം ജനാനാം, ശുദ്ധം ശുദ്ധീകരിക്കുന്നതാണ്. ജനാനാം ജനങ്ങൾക്ക്. വൈദികം എന്ന് പറഞ്ഞാൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചാതുർഹോത്രം എന്ന് പറഞ്ഞ 4 പേരാൽ നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുള്ള കർമ്മം ജനങ്ങളെ ശുദ്ധീകരിക്കുന്നതാണെന്ന് വീക്ഷ്യ കണ്ടിട്ട്. വൈദികം നമ്മൾ പറഞ്ഞു വേദങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. വ്യദധാദ്യജ്ഞസന്തത്यै, വ്യദധാത യജ്ഞസന്തത്यै, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ്. വ്യദധാദ്യജ്ഞസന്തത്यै. വ്യദധാത് എന്ന് പറഞ്ഞാൽ വിഭജിച്ചു. യജ്ഞസന്തത്यै യാഗത്തിൻ്റെ, യജ്ഞത്തിൻ്റെ സന്തതസ്ഥിതിക്കായിക്കൊണ്ട് വിഭജിച്ചു. വേദമേകം ചതുർവിധം. വേദമേകം, വേദം ഏകം, ഒന്നായിരുന്നതായിട്ടുള്ള ആ വേദത്തെ ചതുർവിധം, 4 വിധമായിട്ട് വിഭജിച്ചു. അപ്പോൾ തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ഇതിനെ മനനം ചെയ്തപ്പോൾ വ്യാസഭഗവാൻ മനസ്സിലാക്കിയ കാര്യം, ജനങ്ങൾക്ക് വേദത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചാതുർഹോത്രം എന്ന പേരോടുകൂടിയ കർമ്മം, 4 പേരാൽ നിവർത്തിക്കപ്പെടുന്നതായിട്ടുള്ള കർമ്മം ജനങ്ങളെ ശുദ്ധീകരിക്കുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ അത് തെളിഞ്ഞ് കണ്ടിട്ട്, തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടിട്ട്, യാഗത്തിൻ്റെ സന്തതസ്ഥിതിക്കായിക്കൊണ്ട്, അതെന്നും ഇവിടെ വേണ്ട വിധത്തിൽ നിലനിൽക്കുന്നതിനായിക്കൊണ്ട്, ജനങ്ങളുടെ ശാന്തിക്കായിക്കൊണ്ട്, സമാധാനത്തിനായിക്കൊണ്ട്, ആയുസ്സിനായിക്കൊണ്ട്, ഐശ്വര്യത്തിനായിക്കൊണ്ട്, ഇവിടെ നിലനിൽക്കുന്നതിനായിക്കൊണ്ട് ഒന്നായിരുന്ന വേദത്തെ 4 വിധമായിട്ട് വിഭജിച്ചു. സാധാരണ ചാതുർഹോത്രം എന്ന് പറയുന്നത് ബ്രഹ്മാവ്, ഹോതാവ്, അധ്വർയു, ആഗ്നീധ്രൻ എന്നിങ്ങനെ 4 ഋത്വിക്കുകൾ നടത്തേണ്ട കർമ്മമാണ്. അപ്പോൾ ആ കർമ്മങ്ങൾക്കനുസൃതമായിട്ട്, അത് നമ്മൾ മുന്നേ പറഞ്ഞു, ചാതുർഹോത്രം എന്ന് പറയുന്നത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഓരോരുത്തർക്കും ചെയ്യേണ്ടതായ കർമ്മങ്ങൾക്കനുസരിച്ച് വേദോക്തങ്ങളായിട്ടുള്ള ആ മന്ത്രങ്ങളെ, വേദമന്ത്രങ്ങളെ 4 വിഭാഗങ്ങളായി വിഭജിച്ചു. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ കർമ്മത്തിനനുസരിച്ചുള്ള മന്ത്രങ്ങളെ സ്വീകരിക്കുവാൻ എളുപ്പമായി തീർന്നു. തന്നെയുമല്ല, ഇതെല്ലാം കൂടി ഒന്നു ചേർന്നിരിക്കുമ്പോൾ അതിനെ അറിയുവാൻ, പഠിക്കുവാൻ ശ്രമിക്കുന്നവർ
കുറയും, അല്ലെങ്കിൽ അതിനുള്ള ഒരു, നമ്മൾ മുൻപേ പറഞ്ഞു ശ്രദ്ധ കുറവാണ്, ബുദ്ധി കുറയുന്നു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അതിനൊരു ക്ഷമയില്ലാതെയാവും. അപ്പോൾ വളരെ കുറച്ച് അവരവർക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗം പഠിക്കുന്നതിന് എളുപ്പമാകുന്ന വിധത്തിലാണ് 4 തരത്തിൽ ആ വേദത്തെ വിഭജിച്ചത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ചാതുർഹോത്രം കർമ്മശുദ്ധം ജനാനാം വീക്ഷ്യ വൈദികം വ്യദധാദ്യജ്ഞസന്തത്यै വേദമേകം ചതുർവിധം. ഇവിടെ രണ്ടാമത്തെ പാദത്തിൽ വ്യദധാദ്യജ്ഞസന്തത്यै, അവിടെ വ്യദധാത യജ്ഞസന്തത്यै, അതുകൊണ്ട് തന്നെ ദ്യ എന്ന അക്ഷരത്തിന് ഒരു യകാരം കൂടി വരേണ്ടതുണ്ട്. ബാക്കിയുള്ളതൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനിയും 20ാമത്തെ ശ്ലോകമാണ്. ഋഗ്യജുസ്സാമഥർവാഖ്യാ വേദാശ്ചത്വാര ഉദ്ധൃതാ ഇതിഹാസപുരാണം ച പഞ്ചമോ വേദ ഉച്യത്തെ. ഋഗ്യജുസ്സാമഥർവാഖ്യാത്, ഋഗ്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെ 4 പേരുകളോട് കൂടിയ വേദാശ്ചത്വാര, വേദാഹ വേദങ്ങൾ, ചത്വാര എന്ന് പറഞ്ഞാൽ 4 വേദങ്ങൾ. അപ്പോൾ 4ആയിട്ട് വിഭജിച്ചു, 4നും പേരും കൊടുത്തു. ഉദ്ധൃത, ഉദ്ധൃത എന്ന് പറഞ്ഞാൽ അതിനെ വേർതിരിച്ചു. അപ്പോൾ 4 വേദങ്ങളെ, ഒന്നായിരുന്ന വേദത്തെ 4ആയി വേർതിരിച്ചു. ആ 4 വേദങ്ങൾക്ക് പേരിട്ടു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4ആയി തരംതിരിച്ചു. പിന്നെയോ ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യത്തെ. ഇതിഹാസ പുരാണം, ഇതിഹാസവും പുരാണവും ഒക്കെ പഞ്ചമോ വേദ, പഞ്ചമഃ വേദ, 5ാമത്തെ വേദം എന്ന ഉച്യത്തെ പറയപ്പെടുന്നു. അപ്പോൾ 4 വേദങ്ങൾ, ഒന്നായിരുന്ന വേദത്തെ 4ആക്കി തരംതിരിച്ചു. അതിനുശേഷം ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ 5ാമത്തെ വേദമെന്ന് പറയുവാൻ കാരണം തന്നെ ഈ വേദസാരത്തെ തന്നെയാണ് മറ്റൊരു വിധത്തിൽ കുറേ കഥകളിലൂടെ, ഭഗവത് മാഹാത്മ്യത്തിൻ്റെ കഥകളിലൂടെ പറയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെയും സാരം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ പുരാണങ്ങളുടെയും ഓരോ ഇതിഹാസങ്ങളുടെയും സാരം വേദം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ 5ാമത്തെ വേദമെന്നും പറഞ്ഞു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഋഗ്യജുസ്സാമഥർവാഖ്യാ വേദാശ്ചത്വാര ഉദ്ധൃതാ ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യത്തെ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഋഗ്യജുസ്സാമഥർവാഖ്യ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ ഋഗ്യജു, അവിടെ ജ കൂട്ടക്ഷരം, സ കൂട്ടക്ഷരം. അതുപോലെ ഋഗ്യജുസ്സാമഥർവാഖ്യ, മായുടെ അവിടെ വരുമ്പോൾ ആകാരം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉദ്ധൃതാ, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. ഇനി അടുത്തത് 21ാമത്തെ ശ്ലോകമാണ്. തത്രർഗ്വേദധര പൈലസാമഗോ ജൈമിനിഃ കവി വൈശമ്പായന ഏവൈകോ നിഷ്ണാതോ യജുഷാമുത. തത്രർഗ്വേദധര, തത്ര ഋഗ്വേദധര, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് തത്രർഗ്വേദധര. തത്ര എന്ന് പറഞ്ഞാൽ അതിൽ ഋഗ്വേദധര, ഋഗ്വേദത്തെ ധരിച്ചവൻ, പൈലൻ എന്ന മഹർഷിയും, അതായത് വ്യാസഭഗവാന്റെ 4 ശിഷ്യന്മാരാണ് 4 വേദങ്ങളെയും ധരിച്ചത്. അപ്പോൾ പൈലൻ എന്ന വ്യാസഭഗവാന്റെ ശിഷ്യനായിട്ടുള്ള മഹർഷിക്ക് ഋഗ്വേദവും, സാമഗോ ജൈമിനി കവി, സാമം ഗാനം ചെയ്യുന്നവൻ, കവി
ജൈമിനി, ദൂരദർശനമുള്ളതായിട്ടുള്ള ജൈമിനി എന്ന മഹർഷിയും വൈശമ്പായന ഏവൈകോ, വൈശമ്പായനൻ എന്ന ഏക ഏവ എന്ന ഒരാൾ തന്നെ നിഷ്ണാതോ യജുഷാമപി, യജുഷാമുത, നിഷ്ണാത യജുസ്സിൽ മുങ്ങിയവൻ, യജുഷാം ഉത, യജുഷാം നിഷ്ണാത എന്ന് പറഞ്ഞാൽ യജുസ്സിൽ, യജുർവേദത്തിൽ മുങ്ങിയവൻ. ഉത എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അപ്പോൾ വ്യാസഭഗവാൻ വേദങ്ങളെ 4ആയി തിരിച്ചു. ഈ 4 വേദങ്ങളെ തൻ്റെ ശിഷ്യഗണങ്ങളിൽ 4 പേരായിട്ടുള്ള അവരുടെയൊക്കെ ഗുണങ്ങൾക്കനുസരിച്ച് അവരെ 4 വിഭാഗത്തിലുള്ള വേദങ്ങൾ, ഓരോരുത്തർക്കും ഏതാവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളതെന്ന് ഗുരുവായിട്ടുള്ള വ്യാസഭഗവാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ തൻ്റെ 4 ശിഷ്യന്മാരെ വിളിച്ച് 4 വേദങ്ങളും ഓതിക്കൊടുത്തു. അതിൽ പൈലൻ എന്ന് പറയുന്ന തൻ്റെ ശിഷ്യനാണ് ഋഗ്വേദത്തെ പകർന്നു കൊടുത്തത്. ജൈമിനി എന്ന് പറയുന്ന തൻ്റെ ശിഷ്യന് അതിവിദ്വാനായിരുന്നു. ആ മഹർഷിക്ക് സാമവേദത്തെയും വൈശമ്പായനൻ എന്ന് പറയുന്ന മഹർഷിക്ക് യജുർവേദത്തെയും അഭ്യസിച്ചു. അതായത് ഇനിയും ഈ 4 വേദങ്ങൾ ഇനിയും വരുന്ന തലമുറകളിലേക്ക് കൈമാറുന്നതിനായിക്കൊണ്ട് 4 അഗ്രഗണ്യരായിട്ടുള്ള മഹാജ്ഞാനികളായിട്ടുള്ള 4 ശിഷ്യന്മാരിലേക്ക് വ്യാസഭഗവാൻ അത് പകർന്നു കൊടുക്കുകയും ചെയ്തു. ഇനിയും അടുത്ത തലമുറകളിലേക്ക് ഈ ലോകത്തിൽ എന്നും നശിക്കാതെ അത് നിലനിൽക്കുന്നതിനായിട്ട് അവർ അതിനു വേണ്ടി അടുത്ത തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അത് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ തൻ്റെ ശിഷ്യരിലേക്ക് അത് 4 പേരെ വിളിച്ച് 4 വേദങ്ങളും പകർന്നു കൊടുത്തു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തത്രർവേദധര പൈല സാമഗോ ജൈമിനി കവി വൈശമ്പായന ഏവൈകോ നിഷ്ണാതോ യജുഷാമുത. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തത്രർവേദധര അത് പറയുന്നിടത്ത് ഗ കൂട്ടക്ഷരമാണ്. അത് തത്ര ഋഗ്വേദധര ആണ്. അവിടെ വിസർഗവുമുണ്ട്. പകുതി ഹകാരത്തിലും വായിക്കണം. തെറ്റുകൂടാതെ വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ പൈല സാമഗോ, സാ കൂട്ടക്ഷരമാണ്. പിന്നെ ജൈമിനി കവി രണ്ടിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ യജുഷാമുത, അവിടെ ചില ഗ്രന്ഥങ്ങളിൽ അത് പിരിച്ചെഴുതിയിരിക്കുന്നതാണ്. യജുഷ മുത എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവാം. അത് അച്ചടി പിശകാണ് എന്നറിയാം. യജുഷാമുത, യജുഷാം ഉത ആണ്. പദം പിരിക്കേണ്ട. യജുഷാമുത, മായയുടെ ഉകാരം ശ്രദ്ധിച്ചാൽ മതിയാകും. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 22ാമത്തെ ശ്ലോകമാണ്. അത് അഥർവവേദം ആർക്കാണ് പകർന്നു കൊടുത്തത് എന്നാണ് ഇനി ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.